കഴിഞ്ഞാലും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ഞാനിപ്പോഴേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരയെടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു വലിയ കഴുകൻ്റെ, ശക്തനായ ഒരു കഴുകൻ്റെ രൂപം ദർശനത്തിൽ വന്ന്. സുവിശേഷത്തിൻ്റെ ശക്തി ഒരു പ്രതീകം കഴുകനാണ്. അതായത് കർത്താവിൻ്റെ വചനം എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഏത് ശക്തിയെയാണ് വചനം നോട്ടമിട്ടിരിക്കുന്നത്, ഇരയാക്കണത്, അതിനെ നശിപ്പിച്ചിരിക്കുമെന്ന് കർത്താവ് മുൻകൂറെ നമ്മൾക്ക് ഒരു ആലോചന തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്. അതായത് ഈശോ ഈ ആരാധനയുടെ ആദ്യ ഭാഗം പോലെ തന്നെ വളരെ ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാര്യം അമ്മയുടെ മധ്യസ്ഥമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് കൃപാസനത്തിൽ നിന്ന് കൃപാസനത്തിൻ്റെ 2 കിരൂബുകളുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം വന്നതുപോലെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുവെന്നുള്ള ഒരു വലിയ ചിന്ത. അച്ഛനെ ഉപകരണമാക്കി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. നിൻ്റെ ജീവിത വിഷയങ്ങളിലെ കർത്താവിൻ്റെ തീരുമാനം അറിയിക്കുന്നു. നിൻ്റെ ജീവിത തീരുമാനങ്ങളിലെ ഈ ഒരു ശുശ്രൂഷയിൽ നിന്നോട് കർത്താവിന് എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില സാക്ഷ്യങ്ങൾ, അതായത് രസകരമായ കുറേ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞായിരുന്നു. പലതും ഇപ്പോൾ മരിയ റെജി വൈറ്റില ഈ ആഴ്ചയിൽ വന്നൊരു നല്ല സാക്ഷ്യമാണ്. മരിയ റെജിയുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൈറ്റിലക്കാരാണ്. അവരെ 11 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. നമുക്കറിയാമല്ലോ, ഇതിന് മക്കളില്ലാത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ ഈ അമ്മമാർ മൊണോട്ടണസ് ആവും. പിന്നെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് പോകാനോ വരാനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല. മനസ്സ് ഇടിഞ്ഞു പോകും. ചതഞ്ഞ ഞാങ്കണ പോലെയാവും അവരുടെ മനസ്സ്. ചില ആൾക്കാർ അത് ഒടിച്ച് കളയും, ചിലർ ഒടിക്കരുത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് കാലദൈർഘ്യം കൊണ്ട് ഞാങ്കണകൾ, വിശ്വാസത്തിന് ഞാങ്കണകൾ ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ടെസ്റ്റിംഗ് പീരീഡാണ് ശരിക്കും. അപ്പോൾ ഈ അമ്മമാർക്കുണ്ടാകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ അമ്മമാർ തന്നെയല്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തന്നെയല്ല, പല വിഷയങ്ങളിലും, അതായത് ഇപ്പം വിവാഹം താമസിക്കാം, ജോലി താമസിക്കാം. ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഞാങ്കണയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കും. ചില ആൾക്കാരെ പിന്നീട് വിവാഹം ഒത്തുവരാത്തതുകൊണ്ട് പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. എന്താ കാര്യം? നാട്ടുകാർ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളില്ലാത്തവരോടും ചോദിക്കും ആൾക്കാർ. അപ്പോഴേ അവരാണ് നമ്മുടെ ഞാങ്കണ ഒടിക്കാൻ നമ്മളെ സഹായിക്കണത്. കാര്യം ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടി, അയ്യോ ഇനി വീട്ടിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങിയ ഇതേ ചോദ്യമേ ഉള്ളൂ, ഞാൻ മടുത്ത് എന്ന് പറയും. പലപാടും ചത്താ മതിയായിരുന്ന, ഇതാണ് ചതഞ്ഞ ഞാങ്കണ ഒടിക്കണമെന്ന് പറയണത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് ഈശോക്ക് അറിയാമായിരുന്നു പണ്ടേ. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ, കുറേ നാട് ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ഞാങ്കണ ചതഞ്ഞ് വരും. അപ്പോഴാണ് നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ആൾക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വീട്ടിലെത്തുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൂടി പത്രാസട്ട് നടക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീയും അവനും നോക്ക്. വെറുതെ നടന്നിട്ട് വല്ല കാര്യമുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇതാണ് അമ്മ വന്ന് നമ്മുടെ ഞാങ്കണ അങ്ങോട്ട് ഒടിച്ചു കളയും. വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ അന്നേരം ഈ ഞാങ്കണ ഒടിക്കാൻ വേണ്ടി പിശാച് വിചരിക്കുന്ന ആൾക്കാരാണ്. കാരണം നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും നീ ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. ഞാൻ ഈ സമയത്ത് ഓർക്കിയിരുന്ന ഈ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ. ചില ആൾക്കാരുടെ വീട്ടിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധുക്കളാണ്. ഇപ്പം അമ്മയ്ക്കും ആ ഒരു അബദ്ധം പറ്റിയതാണ്. അമ്മ ഈശോനെ കാണാതെ വന്നപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച്. ബൈബിൾ അങ്ങനെ ഉണ്ടൊരു വശം ഇല്ലേ? ബൈബിളിൽ ഈശോ അമ്മയെ കാണാതെ വന്നപ്പോൾ
അമ്മ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്തുതിക്കട്ടെ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 സ്തുതിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന ഹല്ലേലൂയ 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 യേശുവേ ആരാധന. 44 അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ബന്ധുക്കളുടെ ഇടയിൽ തിരക്കും. അതായത് ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഇപ്പം അമ്മയ്ക്ക് ഉത്കണ്ഠ വന്നപ്പോഴല്ല എൻ്റെ മകനെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിച്ചെന്ന് വന്നില്ലേ. ആ ഉത്കണ്ഠയോടുകൂടി ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെ ഇടയിൽ കാണാതെ വന്നതിന് ശേഷമാണ്. ഞാനിങ്ങനെ പറയണ കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ നമ്മൾ ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ചതഞ്ഞ ഞാങ്കണയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പറയണത്. കാരണം ആകസ്മികമായിട്ട് ഞാൻ ചിന്തിച്ചെടുത്തതൊന്നുമല്ല. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങൾ ഈ കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതമൊക്കെ നാട്ടുകാരെ ഒന്ന് ചതച്ച്, കോവിഡും ഒമിക്രോണും വന്ന് നമ്മുടെ വിശ്വാസം അതിന് ഞാങ്കണ ചതച്ചിട്ടുണ്ട് അല്ലേ. കോവിഡും ഒമിക്രോണും കൂടി വന്നിട്ട് നമ്മുടെ വിശ്വാസമാകുന്ന ഞാങ്കണ ചതച്ചിട്ടുണ്ട്. ഈ ചതഞ്ഞ ഞാങ്കണയാണ് വീട്ടുകാരും നാട്ടുകാരും കൂടി ഒടിച്ചിരിക്കണത്. അതിനെ അഥവാ നിന്നെക്കൊണ്ടവർ നിൻ്റെ വിശ്വാസം ഒടിപ്പിച്ചു. എന്ത് പ്രയോജനം? ഇത്രയും കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ എന്താ ഈ ബന്ധുക്കൾ ഓടിയാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഈ ബന്ധുക്കൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ ബന്ധുക്കൾ അവരെന്താ ചെയ്യണത്? കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് പോകാൻ വന്നത് ഈ മാതാവ് അന്വേഷിച്ച ബന്ധുക്കളാണ്. ഇതാണ് പ്രശ്നം. ഒരു പോസിറ്റീവായിട്ട് ഒരു പരിപാടിക്കില്ല അവർ. നിൻ്റെ ആൻറ്റിമാർ പല ആൾക്കാരും ഡൈവേഴ്സ് നടത്തിയിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. ഉറപ്പില്ലേ? അതായത് പല ആൾക്കാർക്കും ലൈൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. നമ്മൾ ഓരോരുത്തരുടെ പ്രണയക്കുരുക്കിൽ ചെന്ന് അടിച്ചിരിക്കുന്ന അമ്മയുടെ അനിയത്തിയുടെ മക്കൾ, കസിൻസ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആർക്കും വേണ്ടി റെഫറൻസ് പേഴ്സണെ വെക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും എൻ്റെ ദുഃഖാനുഭവങ്ങൾ കാരണം വിശ്വാസം ചതഞ്ഞ് ഞാങ്കണ പോലെ വരുമ്പോഴേ ഐശയ്യാ 42:3 അനുസരിച്ചുകൊണ്ട് അത് ഒടിക്കാതിരിക്കുവാൻ കർത്താവേ എനിക്ക് പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നൽകണം. അതുപോലെ തന്നെ അതായത് ഈ ഞാങ്കണ ചതയണ എപ്പോഴാണ്, അത് ഒടിയണത് എപ്പോഴാണെന്ന് നമുക്കൊരു ധാരണയുണ്ടാകണം. കാരണം കാലാവസ്ഥ ഭേദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഞാങ്കണ ചതഞ്ഞു പോണത്. പിന്നെ നാട്ടുകാരത് നമുക്ക് നെഗറ്റീവ് സംസാരിച്ച് ഒടിച്ചു കളയും. അപ്പം നീ അത് വളരെ ശ്രദ്ധയോടെ, കാര്യം നിൻ്റെ വിശ്വാസം ഇതിനെ എല്ലാത്തിനെയും അതിജീവിച്ച വിശ്വാസമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ സിറ്റുവേഷനും സാഹചര്യങ്ങളും മനസ്സിലാക്കി ഞാനും എൻ്റെ ദൈവവും എന്ന വിചാരത്തിലെ എൻ്റെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ക്ഷയത്തിനും കർത്താവേ ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ള രഹസ്യം മനസ്സിലാക്കി പ്രതികൂല സാഹചര്യങ്ങളിൽ ജാഗ്രതയോട് ജീവിക്കാൻ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലെ ഇല്ലായ്മകൾ, ഭൗതികമായ ഇല്ലായ്മകൾ വരും. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഇല്ലായ്മകൾ വരും. അതുപോലെ തന്നെ ആത്മീയമായ ഇല്ലായ്മകളും വരും. ഭൗതികമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം
വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങണത് നമുക്കറിയാവില്ല. എന്തിലാണ് തുടങ്ങണത്? കാനായിലെ വിവാഹ വിരുന്നിലാണ് അത്ഭുതങ്ങൾ തുടങ്ങണത്. എങ്ങനെയാണ് തുടങ്ങണത്? ഭൗതികമായ ഒരു വിഭവം ഇല്ലായ്മ വന്നു, അല്ലേ? അത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. 2:3 വീണ്ടും വായിക്കാം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. അതായത് നമ്മൾ അടുത്ത വചനം വരണത് ഇപ്പോൾ ഭൗതികമായ സാഹചര്യങ്ങൾ ഇല്ലാത്ത കുറേ സാഹചര്യങ്ങൾ ബൈബിളിലുണ്ട്. ഇല്ലായ്മ യോഹന്നാൻ്റെ ഒരു പ്രധാന പ്രമേയമാണ് ഇല്ലായ്മ. അവസാനം യോഹന്നാൻ്റെ സുവിശേഷം അവസാനത്തെ അത്ഭുതം അതായത് അത്ഭുതങ്ങൾ അതോടുകൂടി തീരുകയാണ്. അതോടുകൂടിയാണ് ലാസറിൻ്റെ ഉത്ഥാനത്തോടുകൂടിയാണ് അത്ഭുതങ്ങൾ തീരണത്. പിന്നെ ചെവി ഒട്ടിച്ച് വെക്കണമെന്നൊക്കെ ഒറ്റപ്പെട്ട അവസാനത്തെ അത്ഭുതമാണ്. പക്ഷെ അതൊരു അത്ഭുതമായിട്ടൊരിക്കലും നമ്മളെ സുവിശേഷകന്മാർ അങ്ങനെ ആ രീതിയിൽ അതിനെ ഫർണിഷ് ചെയ്യുന്നില്ല. അത് ഒരു ക്ഷമയുടെ പാഠം, ശത്രുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പാഠം കാണിക്കാനാണ്, അല്ലാതെ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി ഉദ്ദേശിച്ചിട്ടല്ല. അത്ഭുതങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? മാനിഫെസ്റ്റേഷനാണ്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിലുള്ള ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നല്ലേ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വളർത്താൻ വേണ്ടി ഇങ്ങനെ എപ്പിഫനികൾ, പ്രത്യക്ഷീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എപ്പിഫനി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ഉദ്ദേശം എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷീകരണമാണ്, ദൈവത്തിൻ്റെ മഹത്വം വെളിവാകലാണ് എന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11 അത്ഭുതങ്ങൾ തീരുകയാണ്. പിന്നെ ഇല്ല. പിന്നെ ഉള്ളതെല്ലാം പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങോട്ട് പോവുകയാണ്. 12 ഗ്രീക്കുകാർ വരുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ മഹത്വ വീഴാൻ പ്രവർത്തിക്കുന്ന കാര്യം പറയുന്നു. ഗോതമ്പ് മണി നിരത്തി വീണ് അഴിയാൻ പോണ കാര്യം പറഞ്ഞു. പാഷനായി 13 എന്താണ്? പിന്നെ കാല് കഴുകണതും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ ചാപ്റ്ററാണ്, പിന്നെ ഈശോയുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഐക്യമാണ്. യോഹന്നാൻ വളരെ കാലം ഉപവസിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ പത്മോസ് ദ്വീപിലെ തൻ്റെ ചങ്ങലകൾ കിലുക്കി രാത്രികാലങ്ങളിരുന്ന് പാടിയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അതായത് ഓരോ വരി നമ്മൾ വായിക്കുമ്പോഴും നമ്മളിങ്ങനെ ഹൃദയം പൂരണിച്ച് പോകും. അത്രയ്ക്കും ദൈവം കൈ പിടിച്ചെഴുതിയ ഒരു സുവിശേഷമാണ്. എൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കുക, എൻ്റെ ബിംബങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ത് മനോഹരമാണ്. പഴയ നിയമത്തിലൊക്കെ അമ്മയും കുഞ്ഞുമാണ്. ഇപ്പോൾ 49:15 ഐശയ്യാ വചനങ്ങളിൽ 49:15 എന്താ പറയണ? അതേ, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. അപ്പോഴേ ഐ ഹാവ് കാർവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ കൊത്തി വച്ചിരിക്കുന്ന ആ പിതാവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ബിംബകൽപ്പനയാണ് പിന്നീട് മുന്തിരിച്ചെടിയും ശാഖയെന്ന് പറയുമ്പോൾ ഈശോ എടുക്കുന്നത്. മറ്റതൊരു സ്റ്റാച്യു പോലെ ഇങ്ങനെ കുത്തി കാണാനും സ്നേഹിക്കാനും ഓർക്കാനുമാണ്. പക്ഷേ അങ്ങനെയല്ല ഇത്. മുന്തിരിച്ചെടി ശാഖ എന്ന് പറയുമ്പോൾ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ഈശോ പറഞ്ഞു. അതിനേക്കാൾ വലുത് ഈശോ എന്ത് പറയാനാ? എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ ഫലം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അപ്രതിരോധ്യമായിട്ടുള്ള അനിഷേധ്യമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. രസമെന്ന് പറയണത് യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ അവസാനം വരുമ്പോഴേ ആദ്യം വീഞ്ഞില്ല, ഭൗതിക വിഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സുവിശേഷം അവസാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വീഞ്ഞും അതുപോലെ തന്നെ ഉള്ള ആരുമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. മനുഷ്യന്മാരില്ല എന്ന് പറയുന്ന സുവിശേഷമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 5:7 വചനം. ഇതൊക്കെ ഇപ്പം ഈശോ തന്നുകൊണ്ടിരിക്കണതാണ് കേട്ടോ. പണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പം ഈശോ ഓരോ വചനങ്ങൾ തരികയാണ്. അവൻ പറഞ്ഞു കർത്താവേ
നിങ്ങൾ ഏറ്റു പറഞ്ഞേ. അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഇതാണ് അവസ്ഥ. നോക്കിയേ, ആദ്യം വീഞ്ഞില്ലെന്ന് പറഞ്ഞു, വിഭവങ്ങളില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴെന്നാ പറയണത്? ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും സഹോദരങ്ങളും ആരും ഇല്ലെന്ന് പറയും. മനുഷ്യന്മാരില്ല. ഇല്ലായ്മയെ എങ്ങനെ സുന്ദരമായ രീതി യോഹന്നാൻ ഈ ക്രിസ്തുവിനെ സ്പേസ് ചെയ്തുകൊണ്ട്, അതായത് നിനക്ക് എന്തെങ്കിലും, അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലായ്മ വന്നാൽ ആ സ്പേസ്, ആ ബ്ലാങ്ക് ക്രിസ്തുവിനുള്ളതാണെന്നാണ് യോഹന്നാൻ പറയണത്. വേറെ ഒന്നുകൊണ്ടും നിറക്കാനുള്ളതല്ല, മനസ്സമാധാനമില്ല. ആ ഇല്ലായ്മ ക്രിസ്തുവിനുള്ളതാണ്. അവൻ 38 വർഷമായി അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ് പറയണത്. അല്ലാതെ ഇയാൾ വേറെ ആരും ചെന്ന് പറഞ്ഞതൊന്നുമില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈശോ എല്ലാ കാര്യങ്ങളും കാണുന്നു. ഇപ്പം നിനക്ക് ജോലിയില്ല, ഈശോക്ക് അറിയാം. പക്ഷെ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയുടെ ഒരു മനസ്സുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഈ മനുഷ്യൻ 38 വർഷമായി, ആ ഭാഗം എന്ന് വെച്ചാൽ 38 വർഷമായി. യോഹന്നാൻ 5:5 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അതാണ് പ്രശ്നം. ആരാണ് കണ്ടത്? ഈശോ. 10,000 മനുഷ്യർ അവിടെ കൂടി പോകുന്നുണ്ട്. പ്രയോജനമില്ലാത്ത മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തൊരു മനുഷ്യന് മാത്രമേ, അതായത് ഇവനെ സുഖപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണ്ട, നാട്ടുകാരുടെ ആരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമില്ല. എപ്പോഴും നമ്മൾ സുവിശേഷകൻ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പത്രോസ് അപ്പോസ്തലൻ പൗലോസ് പണ്ട് പറയുമായിരുന്നേ, ഈ നടപടി പുസ്തകത്തിൻ്റെ 18:10, അതായത് ഈ നഗരത്തിലെ വായിച്ചോളൂ. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. അതായത് ചില സമയത്ത് നമ്മുടെ കൂടെ ഒത്തിരി ഈശോ തന്നെ പറയണത് എന്താ പറയണത്? അതായത് നിന്നോടുകൂടി ഞാനുണ്ട്. അതൊരു ഭാഗമാണ്. നിന്നോടുകൂടി ഞാനുണ്ട്. പിന്നെ എന്താണ്? ഈ നഗരത്തിൽ എനിക്ക് ഒത്തിരിയേറെ ആൾക്കാരുണ്ടെന്നാണ് പറയണത്. പക്ഷേ അതൊരു അനുഭവമാണ്. ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഈ ഗമാലിയലിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഗമാലിയലാണ് വന്നിട്ട് ഇടക്ക് ഈ വിഷയത്തിനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ ഈശോ കൂടെ ഉണ്ടാവും, ബന്ധുക്കളും സ്വന്തപ്പെട്ട സഹോദരങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും, പക്ഷേ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ വേറെ ഒരു സ്ഥലത്ത് 2 തിമോത്തി 4:16-17 വായിച്ചാൽ രസകരമായൊരു കാഴ്ചയാണ്. 2 തിമോത്തി 4:16-17. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തല്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ഈ 2 വിഷയങ്ങളിലെ 2 സ്ഥലങ്ങളിലെ എന്താണ്? ഒരു സ്ഥലത്ത് ജനങ്ങൾ കൂടെയുണ്ട്. ഈ നഗരത്തിൽ എനിക്ക് ആൾക്കാരുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിരിക്കുക. പക്ഷേ ഈ 2 സ്ഥലത്തും ഉള്ളത് ആരാണ്? ഒരു സ്ഥലത്ത് മാത്രം ജനങ്ങളുള്ളൂ കൂടെ. അടുത്ത സ്ഥലത്ത് വന്നപ്പോൾ ജനങ്ങളില്ല. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞെന്നാണ് പൗലോസ് പറയണത്. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. പക്ഷേ ആരാണ്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ 2 സ്ഥലത്തും ഉള്ളതാരാ? കർത്താവാണ്. 2 സ്ഥലത്തുള്ളത് ആരാ? കർത്താവാണ്. ഇപ്പോൾ 2 സ്ഥലത്ത് ഉള്ള ആളെയാണ് നമ്മൾ നമ്പി നിൽക്കേണ്ടത് എപ്പോഴും. ചില ആൾക്കാർ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചില അമ്മമാരല്ലേ പള്ളിപ്പോലും പോകത്തില്ല. എന്താ മക്കൾ? ഒരു അമ്മനെ എനിക്കറിയാം. അവർ എപ്പോൾ നോക്കിയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവർ ചാടി വീട്ടിൽ പോകും.
എന്താ പറഞ്ഞാൽ അത് അവർ കുമ്പസാരിക്കുകയല്ല, കുർബാന സ്വീകരിക്കണമല്ല പ്രശ്നം. കുർബാന സ്വീകരിക്കാൻ വേണ്ടി നിന്നാൽ അത്രയും സമയം പോകത്തില്ലേ? അവരുടെ ഉദ്ദേശം അവർക്കൊരു കൊച്ചു ജനിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ കുഞ്ഞ്, 2 പെൺകുഞ്ഞ് പിന്നെ ഒരു ആൺകുഞ്ഞ്. ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ദൈവം അതിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് പിന്നീട് അവർക്ക് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിച്ച് വരണ്ടേ, പക്ഷേ എൻ്റെ കൂടെ ജീവിക്കണ ആൺകുഞ്ഞല്ലേ ജീവിക്കത്തുള്ളൂ. അത് കാരണം ഈ അമ്മ എന്താ വിചാരിക്കണത്, ഈ വീട്ടിൽ ഇവർ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ആളെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ കുഞ്ഞ് ഉണർന്ന് വരുന്ന സമയത്ത് എങ്ങാനും പാലെടുത്ത് അവൾ കൊച്ചിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിവിടുന്ന് ഓടുന്നത്. കുർബാനയെ സ്വീകരിക്കാതെ കുർബാന സ്വീകരിക്കാതെ ഇവരിങ്ങനെ കൊച്ചിന് പാല്, അതായത് മറ്റു ആഹാരങ്ങളൊന്നും കൊടുക്കുകയില്ല. കൊച്ചിൻ്റെ ശരീരം ഈ പൊന്നുരച്ച് നമ്മൾ പാൽ പൊന്നുരച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ പാല് കൊടുത്ത് വേറെ ആഹാരങ്ങൾ കൊടുത്താൽ കളർ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. കൊച്ചിന് ഒരുവിധം കളറുള്ള കൊച്ചാണ്, പക്ഷേ പാല് മാത്രം കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കളർ പോകാതിരിക്കാനാണ് നോക്കണത്. പക്ഷേ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ 7 വയസ്സായപ്പോൾ കൊച്ചു മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? കരളിൽ നെയ്മുറ്റി മരിച്ചു. കൊച്ചിന് കൊളസ്ട്രോള്. നമ്മൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ദൈവത്തെ മറന്നാൽ അത് വിഗ്രഹാരാധനയാണ് സംഭവം. അതാണ് വിഗ്രഹാരാധന എന്ന് പറയണത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വിഗ്രഹാരാധന കുഞ്ഞിനെ മരിച്ചത്? ആ ചേച്ചി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ വിഗ്രഹാരാധന വന്നത്? അവർക്ക് വചനം അറിയത്തില്ല. വചനം അറിയാത്തൊരു കാലത്ത് അവരെ വചനം ആരും പഠിപ്പിച്ചിട്ടില്ല. അഥവാ വചനം പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. അത് വചനം പ്രസംഗിക്കേണ്ട സമയത്ത് അച്ഛന്മാർ അട്ടിയ കാര്യം, തീരദേശത്തിന് സീവാളിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിരിക്കുന്നതാണ്. വചനത്തിൻ്റെ വേദികൾ വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരായിപ്പോയി. ഇന്ന് പകുതി മുക്കാലും ജനങ്ങൾ, ഇടവക ജനങ്ങൾ പരിഭ്രാന്തരാണ്. എന്താ കാര്യം? അവർക്കൊരു വിഷയം ഉണ്ടായാൽ എങ്ങനെ വചനാധിഷ്ഠിതമായിട്ട് ദൈവത്തിൻ്റെ മനസ്സാക്ഷിയിൽ അതിനെ സ്വാധീനിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ തന്നെ ചില ദിവസം അത്ഭുതപ്പെട്ടു പോകും. ചില മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ, സഭാസംബന്ധമായ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ സെക്രട്ടറി, അപ്പുറത്തെ പ്രസിഡൻറ്റ്, ഇപ്പുറത്തെ ഖജാൻറ്റിൻ്റെ അപ്പം കുറേ മനുഷ്യന്മാരിങ്ങനെ വലിയ ആൾക്കാരെ പോലെയൊക്കെ വന്നിരിക്കും. പക്ഷെ ഒന്നിനും ദൈവത്തിനെക്കുറിച്ചോ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചോ സഭ എന്തിനു വേണ്ടിയാണെന്നോ അങ്ങനെയുള്ളൊരു ഐഡിയയുമില്ല. മാനുഷ്യവും ഭൗതികവുമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം. മാനുഷികമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ആത്മാവിനെ പുറത്ത് നിർത്തിയിട്ട് മാനുഷികമായി. എന്താ അങ്ങനെ പറയണത് വെച്ചാൽ നമുക്കറിയാമല്ലോ, ആ മനുഷ്യന് 2 അവസരങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്തവസരങ്ങളാണ്? ഒന്ന്, നിങ്ങൾ സാത്താന് അവസരം കൊടുക്കരുത്. ഇപ്പം നമ്മുടെ എഫേസ്യൻസില്ലേ, എഫേസ്യ ലേഖനത്തിൽ 4:27 വായിച്ചുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ്. അപ്പം നമ്മളിപ്പോൾ സിനഡിലേക്ക് പോവുകയാണ്. സിനഡിലെ പിതാക്കന്മാരായാലും ഏത് കാലത്തുള്ള, ഇപ്പോൾ ആമസോൺ സിനഡ് കഴിഞ്ഞു, ഇപ്പോൾ വാറ്റിക്കാൻ സിനഡ് തുടങ്ങാൻ പോകുന്നു. നമ്മുടെ റോൾ എന്താണ്? നമ്മൾ സഭയ്ക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം. അല്ലെ വിഷയങ്ങളിങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് പ്രൊഫഷണലായിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ഇന്നൊരു പഞ്ഞുമില്ല. പ്രൊഫഷണലിസം അല്ല പ്രശ്നം, പരിശുദ്ധാത്മാവാണ് പ്രശ്നം. സഭയിൽ പ്രൊഫഷണലിസം അല്ലേ. എല്ലാവരും ഇപ്പോൾ ഒരു ട്രെൻഡാണ് സഭയിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരുമ്പോൾ എല്ലാം ഓക്കെ ആകുന്നു. എല്ലാം പോക്കാകേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സിനഡുകൾ കഴിയുമ്പോൾ അടിയുണ്ടാകണത്? സഭ ഇങ്ങനെ ഇപ്പോൾ അടിവെച്ച് വീഴുകയില്ല. അങ്ങനെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന് സാത്താന് അവിടെ ഒരു അവസരം ഉണ്ടാക്കിയിടും. എന്തെങ്കിലും വകുപ്പിൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ, മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരു അവസരം സാത്താന് കൊടുത്തേക്കും. അവനത് ശരിക്കും പണിയുകയും ചെയ്യും. ദാറ്റ്സ് ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ വേറൊരു വിഷയമുണ്ട്. 21:13 ലൂക്കാസ് വിശേഷം 21:13 എന്താ പറയണത്? വേറെ ഒരു അവസരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ലൂക്കാസ് വിശേഷം 21:13 വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇപ്പം നമ്മൾ സിസ്റ്റർ സ്റ്റെഫിയെ, അഫയ കേസിൽ സ്റ്റെഫിയെ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും സിസ്റ്റർ എന്താ ചെയ്യണത്? ആ കുരിശിലിങ്ങനെ മുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അഭിഷിക്തർക്കായാലും സമർപ്പിതർക്കായാലും ദൈവത്തിൻ്റെ ആൾക്കാർക്കായാലും മുത്താനൊരു ഇടമുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി ലോകം. പങ്കപിതാവാണെങ്കിലും ആ കുരിശ് കഴുത്തിൽ നിന്ന് കളയാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു മുഖം, എല്ലാവരും ഇങ്ങനെ പ്രതികളെ നോക്കിക്കോ. എല്ലാ പ്രതികളും നോക്കുമ്പോൾ അവർ കറുത്ത മുണ്ടെടുത്ത് പോലീസിനെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ച് കളിച്ച് 2 കണ്ണും പൊത്തി നോ, വി വിൽ നോട്ട് ഡു ഇറ്റ്. എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിയോടുകൂടി എന്താണ് സ്വർഗത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഭൂമിയിലുണ്ടായാൽ മതി. അതാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന. പിതാവ് ആ പ്രാർത്ഥന സിമ്പിളാണത്. സ്വർഗത്തിൻ്റെ ന്യായാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലും നടക്കണം, അത്രേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ വിഷയം ഉണ്ടാകുമ്പോൾ ഒരു അഭിഷിക്തൻ്റെ പ്രാർത്ഥനയിൽ രത്ന ചുരുക്കമാണത്. അത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ വ്യത്യസ്തമായ കാലം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ എന്താണ്? ഈ 21:13 വിശുദ്ധ ലൂക്കാസ് 21:13 സാംക്രമിക രോഗം ഉണ്ടാകും, കോവിഡ് ഉണ്ടാകും, അതുപോലെ ഒമിക്രോൺ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഇത് എന്താണ്? ഇത് നിങ്ങൾക്ക് സാംക്രമിക രോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. അതാണ് വിഷയം. ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ പേരൊന്നും ഓർക്കണില്ല, പക്ഷേ ആ പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ആ ചേച്ചി പറഞ്ഞു വെച്ചാൽ, അവർക്ക് കോവിഡ് പിടിച്ചിട്ട് അവരുടെ കോവിഡ് നിറഞ്ഞ്, വൈറസ് ശ്വാസകോശം മുഴുവൻ നിറഞ്ഞ്, കോവിഡ് നിറഞ്ഞു കഴിഞ്ഞ് അവർ ശ്വാസം മുട്ടലായി, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ശ്വാസം മുട്ടലേ. പക്ഷേ എന്താ ചെയ്യണത്? രാത്രി ആയപ്പോൾ മാതാവ് ഇവരുടെ അടുത്ത് വരും. മാതാവ് വന്നിട്ടൊരു പുതപ്പെടുത്തിട്ട് ഇവരങ്ങോട്ട് പുതക്കും. അയ്യോ, അത് അവർ എന്ത് വികാരോജ്ജലമായിട്ടാണ് പറയണമെന്നറിയാവോ? രാവിലെ ആകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരുടെ ശ്വാസകോശങ്ങളെല്ലാം ഫ്രീ ആകും. അപ്പോൾ ഇതാണ് സാക്ഷ്യമാണ്. സാംക്രമിക രോഗം നടന്നു, സാംക്രമിക രോഗം ഉണ്ടായി, പക്ഷേ അമ്മ ഒരിക്കലും ഈ വിഷയത്തിൽ പുറംതിരിഞ്ഞു നിന്നില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ആ വാക്ക്, ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്, പക്ഷേ ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നവരുണ്ട്. എന്താണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ശ്രുതികടെ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതാണ് ഹൃദയ പരമാർത്ഥത എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അല്ലാതെ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല. പ്രാർത്ഥിച്ചാൽ രോഗം സുഖമാകുമോ പരീക്ഷ നോക്കാം. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരും. ഉടമ്പടി എടുത്താൽ വല്ലതും കിട്ടുമോ? ഒരച്ഛൻ പണ്ട് ഇവിടെ ജീവിച്ചിരുന്ന ആൾ അതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് വൈദികയുടെ അവസ്ഥയെങ്കിൽ പിന്നെ അൽമേയുടെ ചില അൽമേനികളെ നമ്മൾ എന്തിനാ കുറ്റം പറയണം? അത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവത്തെ ടെസ്റ്റ് ചെയ്യും. ദൈവത്തെ ടെസ്റ്റ് ചെയ്യണമല്ല. 145 സങ്കീർത്തനം എന്താ പറയണത്? ഹൃദയ പരമാർത്ഥതയോടെ, അതായത് മുൻവിധിയില്ലാതെ, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാതെ, വിശ്വാസത്തോടു കൂടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ. നമ്മുടെ അപേക്ഷകളിലൊക്കെ വരുന്നൊരു പ്രശ്നം അതാണ്. അതായത് അപേക്ഷകളിലൊക്കെ ഈ ഹൃദയ പരമാർത്ഥത കുറഞ്ഞു പോകുന്നുണ്ട്. ഒക്കട്ട എന്ന രീതിയിൽ ചില ആൾക്കാരുടെ പേടിത്തിലുണ്ട്. അവിടെയാണ് ഹൃദയ പരമാർത്ഥത ഇല്ലാത്തത്. ചില ആൾക്കാർ ഹൃദയ പരമാർത്ഥതയോടെ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഒരു
ചിഞ്ചു ജിൻഡോ എന്ന് പറഞ്ഞൊരു സഹോദരി നേഴ്സാണ്, അങ്കമാലിക്ക് കരുതിയാണ്. അവർ കുവൈറ്റിലെ നേഴ്സാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യം അവർ എനിക്ക് തോന്നുന്നത് ആ സാക്ഷ്യം അപ്പ് ചെയ്തിട്ടുണ്ടെന്നോ. അതായത് അവരുടെ സാക്ഷ്യം ഇതാണ്, അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് അവർ ആഗ്രഹിച്ച്, അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അതിന് സ്വാഭാവികമായ രീതിയിൽ അവർ പ്രഗ്നൻ്റായി കഴിഞ്ഞിട്ട് അവർ കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിൽ ചെന്ന് പ്ലെയിൻ ലാൻഡ് ചെയ്യണ സമയത്ത് അവർ അബോർട്ടായി. അതായത് പക്ഷേ അത് അവരവിടെ വിവരിക്കുന്നുണ്ട്. അവരുടെ അതായത് പാൻസും എല്ലാം രക്തത്തിൽ കുതിരുകയാണ്. അപ്പോൾ അവർ അഡ്മിറ്റഡായി. ഉടനെ അഡ്മിറ്റഡായി കഴിയുമ്പോൾ അവരുടെ കൂടെ സഹായിക്കാൻ ആരും ഇല്ല. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ട്സെല്ലാം ഡ്യൂട്ടിയിലല്ലേ. ഫ്രണ്ട്സുണ്ടെന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ജോലിയുള്ള ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ, ഭർത്താവ്, ഭാര്യയെ അല്ല മക്കളോ കൂടെ നിന്ന് അമ്മയെ കൂടെ നിന്ന് സഹായിക്കണവർ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന ആ സമയത്ത് അവർക്ക് ഓഫ് ടൈം ആകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും, നമുക്ക് കൊണ്ടുവന്ന് തരും. അതിന് മുട്ടൊന്നുമില്ല. പക്ഷേ ഇവർ പറഞ്ഞു ഞാൻ ഒറ്റക്കായി പോകുക എന്നാണ് പറയണത്. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ് ഒറ്റക്കായി പോവുക. അപ്പോൾ അവർ പറയണത് എനിക്ക് ആകപ്പാടെ ആശ്രയം അമ്മയുടെ കാശ്രൂപമായിരുന്നെന്ന്. ആകപ്പാടെ ആശ്രയം അമ്മയുടെ കാശ്രൂപമാണ്. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം, നല്ല രസമുള്ള സാക്ഷ്യമാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അത് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഇവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടറിന് ഭയങ്കര വിഷമമാണ്. എന്താ കാര്യത്തിൽ അതിൻ്റെ അകത്ത് β-HCG ലെവൽ കുറയുന്നു, അത് കൂടുന്നില്ല. അതിൻ്റെ അർത്ഥം കുട്ടി മരിച്ചതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതോടുകൂടി പക്ഷേ അപ്പോഴും ഡോക്ടർ നിർബന്ധിക്കും ഇതിൻ്റെ പാർട്ടിക്കിൾസ് അകത്ത് കിടന്നാൽ, ചത്ത കുട്ടി അകത്ത് കിടന്നുള്ള അവസ്ഥ അറിയാമല്ലോ, നിങ്ങളൊരു മെഡിക്കൽ പേഴ്സൺ അല്ലേ, നിങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അപ്പോഴിവർ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വയറ്റി തേക്കും. എന്നിട്ട് ഇവർ ഒറ്റ നിൽക്കും. എന്താണ് ഡോക്ടർ, ഞാനിന്ന് അബോർട്ട് ചെയ്യത്തില്ലെന്ന് പറയും. ഇപ്പോൾ ഉടമ്പടി തൈലം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്ത് പരിപാടി. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, പൗരോഹിത്യ വിധിപ്രകാരം ദൈവകൃപ അർപ്പിച്ചതിന് ശേഷം പൗരോഹിത്യ വിധിപ്രകാരം എത്രയോ തരം പ്രാർത്ഥനകൾ, അതായത് അതിർത്തികൾ ബന്ധിക്കുന്ന ഉൾപ്പെടെ രോഗങ്ങളുടെ സൗഖ്യപ്പെടുത്തുന്ന ഉൾപ്പെടെ ഈ സഭയിൽ ലഭ്യമായിട്ടുള്ള ഏതാണ്ട് എല്ലാ പ്രാർത്ഥനകളും സംഗ്രഹിച്ചു കൊണ്ടൊരു ബൈൻഡിങ് പ്രെയർ ഉണ്ട്. ആ പ്രെയർ വെച്ചാണ് ഇതെല്ലാം ബ്ലെസ് ചെയ്യുന്നത്. 3 പ്രാവശ്യവും ചിലത് 12 പ്രാവശ്യം ബ്ലെസ് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അത് അതിൻ്റെ എക്സിക്യൂഷനിൽ കറക്റ്റ് ദൈവസാന്നിധ്യം ഉണ്ടാകണം. അല്ലാതെ ഒരു വ്യഞ്ചരിച്ച ഒരു ഉരുപ്പടി അങ്ങനെ നിങ്ങൾക്ക് തരികണം, അങ്ങനെയല്ല. ആശീർവദിച്ച ഒരു വസ്തു അല്ല സംഭവം. അതായത് അതിൻ്റെ അകത്ത് ഞങ്ങൾ വിശ്വസിച്ചു ഇൻകൾക്കേറ്റ് ചെയ്യുന്ന പവർ നിങ്ങൾ വിശ്വസിച്ച് അതിന് റിലീസ് ചെയ്യണം. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം വിശ്വാസ പ്രമാണം കൊണ്ടാണ് ചെയ്യേണ്ടത്. കാര്യം യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നു, ഇല്ലേ? പിന്നെ എന്താണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിന്നെന്താ ചെയ്യണത്? ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ അപ്പോഴാണ് രക്ഷ പ്രാപിക്കണത്. ഇപ്പം യേശുവിനെ പ്രാപിക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ബോഡിയിലാണ് പറയുന്നത്, അത് ഹീലിംഗ് ആയിട്ട് മാറും, അപ്പോൾ സൗഖ്യമായി മാറും. ജീവിത മണ്ഡലങ്ങളിൽ യേശുവെ പ്രാപിച്ച ബ്ലെസ്സിങ്ങായി മാറും, അനുഗ്രഹമായി മാറും. ആത്മാവിൽ യേശുവെ പ്രാപിച്ച കൃപയുമായി മാറും. അത് നിത്യതയ്ക്കാണ് നമ്മളെ സഹായിക്കുന്നത്. ഇങ്ങനെ യേശു എല്ലാമാണ്. അതാണ് കൊളോസ്യ 3:11. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാമാണ് യേശു. ഇവളെന്താ ചെയ്യിക്കണത്? ഇവൾ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഉടമ്പടി തൈലം അവിടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ചത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന കൊച്ചിനെ അവിടെ തേടിയിട്ട് വിശ്വാസത്തിൻ്റെ ഒരു നിൽക്കുകയാണ്. എന്താണ്? കർത്താവ് ഈ കുഞ്ഞിനെ എനിക്ക് തരും. അതാണ് അവിടെ നിൽപ്പ്. ഡോക്ടർ 3-4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ β-HCG ലെവൽ വീണ്ടും കൂടുന്നില്ല. പക്ഷേ ഇവിടെ പ്രാർത്ഥന എന്നാണെങ്കിൽ, ഈ സഹോദരി പ്രാർത്ഥന എന്നാണെങ്കിൽ മാറണമില്ല. പിന്നീട് ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇത് വേഴ്സായിട്ടല്ലേ വരേണ്ടത്. പക്ഷെ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ കരയുമെന്നാണ് പറയണത്. കാര്യം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ അതിൻ്റെ ഉദരത്തിൽ വളരണ കണ്ടിട്ട്. ദിസ് ഈസ് എ തിങ്. അപ്പം ഞാൻ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണെങ്കിൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്തതോടുകൂടി
ഇവളുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, എന്ത് തകർച്ചയിലേക്കോ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാം. നമ്മൾ എത്ര ദൈവമായിട്ട് ഇങ്ങനെ തേനും പാലും ചക്കരയും പീരയും ഒക്കെ ആയിട്ട് ഇരുന്നാലും ചില സമയത്ത് ദൈവം അങ്ങ് ടോട്ടലി മാറിപ്പോണ കാണാം. അങ്ങനെ സംഭവിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോർക്കും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു, പള്ളിയിൽ നിന്ന് മാറാമെന്നതൊക്കെയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരമാണ് ജീവിക്കുന്നത്, ഇങ്ങനെ എല്ലാം നിങ്ങളിങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഈ ഞാങ്കണൊന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ ഒരു മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്, മിണ്ടരുത്. അതാണ് അമ്മയെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഇപ്പം ചില ധ്യാനകേന്ദ്രങ്ങളുടെ വെബ്സൈറ്റ് വരും, നിങ്ങൾ അനുഗ്രഹ പാത്രങ്ങളല്ല നോക്കേണ്ടത്, നിങ്ങൾ ഏകരക്ഷകനായ യേശുവിനെയാണ് നോക്കേണ്ടതെന്നാണ്. പക്ഷേ അവരൊക്കെ എനിക്ക് പറയാനുള്ള അവരെല്ലാം ഈ കൃപാസനത്തിൻ്റെ ധ്യാനം ഒന്ന് ശ്രദ്ധിക്കണമല്ലായിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്, അല്ലാതെ അമ്മ പറഞ്ഞതുപോലെയും വിശുദ്ധന്മാർ പറഞ്ഞതുപോലെയും അല്ല. ഉടമ്പടി എന്നപ്പോൾ എന്താണ്? ഈശോ പറഞ്ഞതുപോലെയാണ്. ആ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ ആരാണത്? മധ്യസ്ഥമാണ്. പക്ഷെ അമ്മയുടെ മധ്യസ്ഥം എന്താണ്? അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ്. ഒക്കണേ ഒക്കട്ടെ, ഒക്കുമെങ്കിൽ ഒക്കും, നല്ലതാണെന്ന് അങ്ങനെയല്ല. ആ കാര്യത്തിൽ അമ്മ ചലിക്കത്തില്ല. തൻ്റെ നിലപാടിൽ നിന്നും തൻ്റെ മാറ്റമില്ലല്ലോ. തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നിന്ന് അമ്മ മാറുന്നില്ല. എനിക്ക് നിനക്ക് വേണ്ടി എൻ്റെ സമയം ഇനി സ്വാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മ ഈശോയ്ക്ക് കഴിയും. ഈശോയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അറിയാമെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാം. അത്രയും വിഷയം. അതുകൊണ്ടാണ് അമ്മ മാറാത്തത്. ഇപ്പം അവനെന്താ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമെന്ന് നമ്മുടെ വചനത്തിലില്ലേ? യോഹന്നാൻ 6-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അപ്പം തീർന്നു പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അങ്ങനെ നേരത്തെ അറിയാവുന്ന ഈശോയ്ക്ക് ഇതറിയാമെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് അമ്മ ഈ വിഷയത്തിൽ അവിടുന്ന് ചലിക്കാതെ. യേശു ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അമ്മ അമ്മയുടെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറാതെ നിന്നത്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഈ ആൾക്കാരെന്തുകൊണ്ടാണ് ഇടയ്ക്ക് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറിയിട്ട് ചതഞ്ഞ ഞാങ്കണയെ ഒടിക്കണേ? എന്തുകൊണ്ടാണ്? യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ യോഹന്നാൻ 6:6 എന്താ എഴുതിയിരിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ക്ലിയർ അല്ലേ? ഈശോയുടെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ എന്തുകൊണ്ടാണ് മാറാത്തത്? അമ്മ മാറാത്തത് അമ്മയ്ക്ക് യേശുവിനറിയാം. അമ്മയ്ക്ക് യേശുവിന് എന്തറിയാം? അമ്മയ്ക്ക് യേശുവിന് അറിയാവുന്നത് എന്ത് ചെയ്യണമെന്ന് യേശുവിന് നേരത്തെ അറിയാവുന്ന അതുപോലെ തന്നെ നേരത്തെ അമ്മയ്ക്കും അറിയാം. യേശുവിന് അറിയാവുന്നവർ ഒരിക്കലും മാറത്തില്ല. എല്ലാവരും മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ചതഞ്ഞ ഞാങ്കണ ആൾക്കാർ ഉടിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ അപേക്ഷ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദ ഡസന്റ് നോ ഹു ഇസ് ജീസസ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറയും, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്. എങ്ങനെയാണ് നീ? എന്ത് ക്രിസ്തുവാണ് നീ? ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾക്കും വരാതിരിക്കുന്ന വിഷയങ്ങൾക്കും എല്ലാം അവനാണ്. ഹീസ് ദ ഓൺലി ആൻസർ. അവൻ ആൻസറാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവനുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് പറയുന്നത്. സുവിശേഷത്തിൽ അവനുള്ളതും അവനില്ലാത്തതും ഒരുപോലെയാണ്. എന്നുവെച്ചാൽ ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ യേശുവിനെ യു മേ നോട്ട് ഏബിൾ ടു ഫീൽ, നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ല. നിങ്ങൾക്കൊരു സങ്കടകരമായ ഒരു അവസ്ഥ വന്ന് നോക്കിയിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ക്ലച്ച് കിട്ടത്തില്ല. ഈശോയെ ഫീൽ ചെയ്യണില്ല. ഈശോയെ ഫീൽ ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകും ജീവിതത്തിൽ. വിഭവമില്ലാത്ത അവസ്ഥകൾ മാത്രമല്ല. ഇപ്പം യോഹന്നാൻ 2:3 എന്താണ്? അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ 5:7 എന്താണ്? വെള്ളം വിളകുമ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇപ്പം ചിലപ്പോൾ വിഭവങ്ങൾ ഉണ്ടാകത്തില്ല, ചിലപ്പോൾ നമ്മൾ തന്നെ സഹായിക്കാൻ നമുക്ക് മനുഷ്യരുണ്ടാകത്തില്ല, ചിലപ്പോൾ ദൈവം പോലും ഉണ്ടാകത്തില്ല. ഈ മനുഷ്യന്മാർ ജീവിക്കണ എല്ലാം 3 ഇല്ലായ്മകളിലൂടെയാണ് ജീവിക്കുന്നത്. ഒന്ന്, വിഭവങ്ങളില്ല. രണ്ടാമത്തത് എന്താണ്? സഹായിക്കാൻ മനുഷ്യരില്ല. മൂന്നാമത്തത് എന്താണ്? ദൈവം തന്നെയുമില്ല. എന്താ ദൈവം തന്നെയുമില്ലെന്ന് പറയണത്? കർത്താവ് പറഞ്ഞിട്ടില്ലേ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:15 ഞാൻ അവിടെ ഇല്ലാതിരുന്നതിലേ ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എവിടെ ഇല്ലാഞ്ഞ കാര്യമാണ് പറയണത്? ലാസർ രോഗബാധിതനായിട്ട് അവിടെ ഇല്ലായിരുന്നെന്ന് ഈശോ. അവിടെ ഇല്ലായിരുന്നെന്ന്. അത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമല്ലേ അത്?
അപ്പോൾ അവിടെ ഇല്ലായിരുന്നതിനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് 11:15. യോഹന്നാന്റെ സുവിശേഷം 11:15 എന്താണ്? നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലായിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. അപ്പോഴെന്താണ്? ഒരു രോഗിയുടെ വീട്ടിൽ ദൈവമില്ലാഞ്ഞതിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞതിനെക്കുറിച്ച് ആര് സന്തോഷിക്കുന്നു? ദൈവം സന്തോഷിക്കുന്നു. ദൈവം ഏതല്ലേ? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നിനക്ക് ജോലിക്കോ വീടിനോ വിവാഹത്തിനോ രോഗസൗഖ്യത്തിനോ വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ഗോഡ്. ആബ്സെൻസ് ഓഫ് ഗോഡ് ഈസ് നെക്സ്റ്റ് ടു എപ്പിഫനി. എന്താ കാര്യം? ചിലപ്പോൾ നമുക്ക് ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യും. അത് ദൈവം കരുതിക്കൂട്ടി തന്നതാണ്. നിന്നെ കൈവിട്ടതാണെന്ന് ചിന്തിക്കരുത്. എന്താ കാരണം? എന്നെ കണ്ടെത്താൻ ജെറമിയായുടെ ലേഖനങ്ങളിൽ വചനമില്ലേ? എന്താണ്? 14:29 എന്താ പറയണത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജെറമിയ 29:29